ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ടീം ഷെഖേനയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഇറ്റുനോവിൻ്റെ കാലം ഈ ശുശ്രൂഷയുടെ 15-ാം ദിനത്തിലേക്ക് സ്വർഗം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ് നടത്തുന്ന വഴികളെ ഓർത്ത്, ഈ ശുശ്രൂഷയിലൂടെ സ്വർഗം തരുന്ന നന്മകളെ ഓർത്ത്, ബോധ്യങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. വിവിധ ദേശങ്ങളിലും രാജ്യങ്ങളിലുമായിരുന്നു പല കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 36-ാം അധ്യായം 13-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, സെദക്കിയ അവനോട് മത്സരിച്ചു. യൂദാ രാജാവാണ് സെദക്കിയ. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനോട് അവൻ മത്സരിക്കുകയാണ്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിയാതെ അവൻ ഹൃദയം കഠിനമാക്കി ദുശാഠ്യത്തിൽ തുടർന്നു. ഈ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നത്? ദൈവമായ കർത്താവിലേക്ക് തിരിയാതെ ഹൃദയം കഠിനമാക്കി ദുശാഠ്യത്തിൽ തുടർന്നു. ഇത് രാജാവായ സെദക്കിയായുടെ നാശത്തിന് കാരണമായി. എൻ്റെ സഹോദരങ്ങളെ, ഹൃദയ കാഠിന്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന കൃപയെ തടസ്സപ്പെടുത്തുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ കഠിനത കർത്താവിൻ്റെ നന്മകളെ, ദൈവവചനത്തിൻ്റെ അഭിഷേകത്തെ സ്വന്തമാക്കുവാൻ അത് വലിയൊരു ബ്ലോക്കാണെന്ന് ആത്മാവ് നമുക്ക് കാണിച്ചു തരികയാണ്. അവൻ ദുശാഠ്യത്തിൽ തുടരുകയാണ്. പിടിവാശി, എളിമപ്പെടുവാതെ, താഴ്മയിലേക്ക് വരാതെ, തന്റെ നിസ്സാരത തിരിച്ചറിഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാതെ അവൻ പിടിവാശിയിലും ഹൃദയകാഠിന്യത്തിലും അഹങ്കാരത്തിലും തുടർന്നപ്പോൾ കൊടിയ നാശം സെദക്കിയ രാജാവിൻ്റെ മേൽ നിബന്ധിക്കുകയാണ്. ഹൃദയത്തുറവിയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ പ്രാർത്ഥനയോടെ, അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ മുൻപിൽ താഴ്മയുള്ളവരായി സ്വർഗം നൽകുന്ന ദൈവിക ആലോചനകൾ സ്വന്തമാക്കുവാൻ നമുക്ക് ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13-ാം അധ്യായത്തിൽ 12-ാം വചനത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ഈ സംഭവം കണ്ടപ്പോൾ ഉപസ്ഥാനപതി കർത്താവിൻ്റെ പ്രബോധനത്തെക്കുറിച്ച് അത്ഭുതപ്പെടുകയും വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. ആരാണ് ഈ ഉപസ്ഥാനപതി? സെർജിയൂസ് പൗലൂസ് ആണ്. പൗലോസ്ലിയുടെ കരങ്ങളിലൂടെ അസാധാരണമായ ദൈവപ്രവൃത്തി ഈ ഉപസ്ഥാനപതി കാണുകയാണ്. മാനുഷിക ബുദ്ധിക്ക് നിഷേധിക്കാൻ കഴിയാത്ത കൃത്യമായ അടയാളം സ്വർഗം അവിടെ വെളിപ്പെടുത്തുകയാണ്. ഈ അടയാളം കണ്ടു കഴിഞ്ഞപ്പോൾ ഉപസ്ഥാനപതി അനുതാപത്തിലേക്ക് വരികയാണ്. അവന് മാനസാന്തരം ഉണ്ടാവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിലും അവിടുത്തെ സത്യവചനത്തിലും അദ്ദേഹം വിശ്വസിച്ച് തൻ്റെ ജീവിതം കർത്താവിനായി സമർപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് എന്നോടും നിങ്ങളോടും ആത്മാവ് ഇത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അടിസ്ഥാന മാനസാന്തരമുള്ളവരായി അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ ആയിരിക്കുവാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷ വഴി നമുക്ക് നൽകുന്നത്. ഈ വചനത്തിൻ്റെ അഭിഷേകം സ്വന്തമാക്കി സ്വർഗം തരുന്ന വിവിധങ്ങളായ കൃപാദാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കാലത്തിന്റെ പ്രത്യേകത വിവേചിക്കുന്നവരാകുവാൻ നമ്മളായിരിക്കുന്ന ഈ സമയത്തെ ആത്മാവിന്റെ ജ്ഞാനത്തിലൂടെ കണ്ടുകൊണ്ട് നമ്മുടെ ആത്മരക്ഷയ്ക്കും അനേകരുടെ ആത്മരക്ഷയ്ക്കുമായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമായി നമുക്ക് നമ്മെ തന്നെ സജ്ജമാക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന്
ഇരുകരങ്ങൾ അല്പം ഒന്ന് ഉയർത്തിപ്പിടിച്ച് സർവശക്തനും സർവാധിപനുമായ നമ്മുടെ കർത്താവിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മുടെ യുവജനങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ സഭയെ സമർപ്പിക്കുക, എല്ലാ ജനപദങ്ങളെയും ലോകം മുഴുവനെയും സമർപ്പിക്കുക. ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, സ്വർഗത്തിന്റെ തീയിറങ്ങട്ടെ, സത്യവചനത്തിന് കൃപ ഒഴുകപ്പെടട്ടെ. അനേകം ആത്മാക്കളിലേക്ക്, അസംഖ്യം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്ന സമയം, ആത്മാഭിഷേകം ഒഴുകുന്ന സമയം. ഈശോയെ സ്തുതിക്കുന്നു. കൃപ തരണമേ, അഭിഷേകം പകരണമേ, ആത്മാവിന്റെ ജ്ഞാനം പകരണമേ, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ. ഹോളി സ്പിരിറ്റ് അനോയിന്റ് us. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി, അതരം തുറന്ന്, സ്വരമുയർത്തി ഒരു മനസ്സോടെ ഒന്നിച്ച് വിളിക്കുന്ന ആത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവവചനത്തിന്റെ അഭിഷേകത്താൽ ലോകം മുഴുവനെയും ഉണർത്തണമേ. അഭിഷേകത്തിനൊരു വേവ് എല്ലാ ജനപദങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ആയിരങ്ങൾ, പതിനായിരങ്ങൾ കർത്താവിനും സഭയ്ക്കുമായി ഉണരട്ടെ. ഇവാഞ്ചലൈസേഷനായി ഉണരട്ടെ. ആത്മാക്കൾ രക്ഷയ്ക്കായി ഉണർത്തപ്പെടട്ടെ. സ്പിരിറ്റ് മൂവ്. ഓ റിഖാര ബാബാ റിബറ ശിരിയ റുക്കുലു ബുറുയ ബീബി. നോയിന്റ്, anoint, anoint. സ്തുതിക്കുന്നു. കർത്താവിനും തിരുസഭയ്ക്കുമായി പതിനായിരങ്ങൾ ആത്മാവി ഉണർത്തണമേ. ഇവാഞ്ചലൈസേഷനായി, ആത്മാക്കളുടെ വീണ്ടെടുപ്പിനായി ജനലക്ഷങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കുന്നു. കരങ്ങൾ തുറന്നു പിടിച്ച് എല്ലാവരും ഒരു മനസ്സോടെ പാടി കർത്താവിനെ ആരാധിക്കുന്നു. ആമേൻ. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. ആമേൻ. ദർശനത്തിൻ തലമുറ, മഹത്വത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടം യേശുവിനായി. For the Lord and for the church, കർത്താവിനും സഭയ്ക്കും വേണ്ടി. ഉണർവിൻ കാറ്റ് വീശുന്നല്ലോ, പുതുതലമുറ ഇതാ എഴുന്നേൽക്കുന്നു. കൃപയുള്ള തലമുറ, വിശുദ്ധിയുള്ള തലമുറ, സത്യവിശ്വാസം ജീവിക്കുന്ന തലമുറ, മഹത്വത്തിൻ തലമുറ, ദർശനത്തിൻ തലമുറ, ഒന്നിച്ചൊന്നായി നിന്നിടം യേശുവിനായി. മഹത്വത്തിൻ തലമുറ, ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ആമേൻ, ആമേൻ. ലോകം കാണട്ടെ ദൈവപ്രവർത്തികൾ. ദേശമുണരട്ടെ, സഭ വളരട്ടെ, ലോകം കാണട്ടെ ആത്മപ്രവർത്തികൾ. അത് വിശ്വസിച്ച് പാടുകേ. ആത്മാവ് ഇടപെടുന്ന സമയം. ആത്മാവേ, പോയിടാം നമുക്കൊന്നായി, ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. സ്വർഗം തരുന്ന ഈ മിഷൻ കോഡിനോട് യെസ് പറയാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? പോയിടാം നമുക്കൊന്നായി, ആത്മാക്കളെ നേടിയിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. ഈശോയെ കൃപ തരണമേ, കൃപ തരണമേ. കുടുംബങ്ങൾക്ക്, സമൂഹങ്ങൾക്ക് വ്യക്തിപരമായ കൃപ, അനോയിന്റിംഗ്, അനോയിന്റിംഗ്, അനോയിന്റിംഗ് ഒഴുകട്ടെ. അനേക ആത്മാക്കളിലേക്ക് പെരുമഴ പോലെ അഭിഷേകം പെയ്തിറങ്ങട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാം ഉച്ചത്തിൽ വിളിക്കുന്ന ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈശോയെ, അനേക ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ലോർഡ്, അനോയിന്റ്, അനോയിന്റ്, അനോയിന്റ്. കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ. കൂട്ടായ്മയായി അഭിഷേകം ചെയ്യണമേ. വ്യക്തിപരമായ അഭിഷേകം നൽകണമേ. സ്തുതിക്കുന്നു. പൈശാചിക ശക്തികള്, ഇരുട്ടിന് വ്യാപാരങ്ങള്, നാരകീയ ബന്ധനങ്ങള്,
അഭിഷേക ശക്തിയാൽ, കർത്താവിന്റെ ചങ്കിലെ ചോരയുടെ ശക്തിയാൽ, ദൈവവചനത്തിന്റെ ശക്തിയാൽ ചിന്ന ഭിന്നമായി പോകട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, 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 ജീസസ്. പോയിടാം നമുക്കൊന്നായി, ആത്മാക്കളെ നേടിടാം, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. യെസ് ലോർഡ്, വി ആർ റെഡി ലോർഡ്. കർത്താവേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ഇവാഞ്ചലൈസേഷനായുള്ള അഭിഷേകം തരണമേ, ഇവാഞ്ചലൈസേഷനായുള്ള അനോയിന്റിംഗ് നൽകണമേ, സത്യസുവിശേഷത്തിന്റെ സാക്ഷിയായിടാം. ആത്മാവേ, 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 നമുക്കൊരു മനസ്സോടെ കർത്താവായ യേശുവിലും അവിടുത്തെ പരിശുദ്ധ സഭയിലും സഭയുടെ സത്യപ്രബോധനങ്ങളിലും വിശ്വാസ സത്യങ്ങളിലുമുള്ള നമ്മുടെ വിശ്വാസം ബോധപൂർവ്വം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേക പുത്രനും നമ്മുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ശാന്തമായി കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ വ്യാപരിക്കാം. ഈ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ലോകാവസാനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതല്ല. അപൂർവം ചില വ്യക്തികൾക്ക് ചില സംശയങ്ങളും ഇതെന്തിനാണ് ഈ ശുശ്രൂഷ, ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്താണ് എന്ന് ഏതാനും കുറച്ച് വ്യക്തികൾ സംശയിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടെ നിങ്ങളായിരിക്കണം. ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം ലോകാവസാനത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനോ നമ്മുടെ കർത്താവായ യേശു അവിടുത്തെ പ്രത്യാഗമനം എന്ന് സംഭവിക്കും അതിൻ്റെ സമയവും ദിവസവും കാലവും പറയുവാനുള്ളതല്ല ഈ ശുശ്രൂഷ. ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം ആത്മരക്ഷയും ആത്മാക്കളുടെ രക്ഷയുമാണ്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വ്യക്തിപരമായ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ, രണ്ടാമത് മറ്റുള്ളവരുടെ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, ഈ മാനവകുലത്തിൻ്റെ മുഴുവൻ രക്ഷ. ഇതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യം. സ്വർഗത്തിൻ്റെ ആഗ്രഹവും ഇത് തന്നെയാണ്. അപ്പം നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനം നമുക്കാർക്കും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അങ്ങനെ പല സെക്റ്റുകൾ ഈ കാലഘട്ടത്തിലുണ്ട്. അവരെക്കുറിച്ച് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത് അത് വ്യാജ പ്രവാചകരും വ്യാജ പ്രബോധകരും എന്നാണ്. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനം എന്ന് സംഭവിക്കും നമുക്കാർക്കും അറിയത്തില്ല. ഈശോ തന്നെ പറഞ്ഞു, പിതാവിനല്ലാതെ പുത്രനോ ദൂതന്മാർക്ക് പോലും ഇത് അറിയത്തില്ല. അപ്പോൾ ഈ കാര്യം നമുക്ക് ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റുന്നതല്ല. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് കാലത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വർഗം തരുന്ന ഈ മുന്നറിയിപ്പുകൾ അത് ദൈവസ്നേഹത്തിൻ്റെ താക്കീതുകളാണ്. എന്തിനു വേണ്ടി? നമ്മൾ അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും നിത്യജീവനിലേക്കും കടന്നു വരുവാൻ സ്വർഗം തരുന്ന സന്ദേശങ്ങളും പ്രചോദനങ്ങളുമാണ് ഈ ശുശ്രൂഷ വഴി പ്രിയ സഹോദരി സഹോദരങ്ങളെ നമ്മെ കർത്താവ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബോധ്യം നമുക്കുണ്ടാവണം. ഇത് ഭയപ്പെടുത്തലല്ല സഹോദരങ്ങളെ. ആർക്കെങ്കിലും നമുക്ക് ഭയം വരുന്നുണ്ടോ? എന്ത് നമ്മൾ ഭയപ്പെടുന്നത്? കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം, ഫാത്തിമയിൽ
നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇത് സഭയുടെ ഔദ്യോഗികമായിട്ട് സഭ അംഗീകരിച്ച പ്രത്യക്ഷീകരണമാണ് ഫാത്തിമ പ്രത്യക്ഷീകരണം. അവിടെ നരക ദർശനം കാണിച്ചു കൊടുക്കുവാൻ സ്വർഗം തിരഞ്ഞെടുത്തത് 95 വയസ്സായ വല്യപ്പച്ചനെയോ 86 വയസ്സായ വല്യമ്മച്ചിയോ അല്ല സഹോദരങ്ങളെ. 7, 8, 10 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ, 3 ഇടയ കുഞ്ഞുങ്ങളെയാണ് പരിശുദ്ധ ത്രിത്വം ഈ നരക ദർശനത്തിനായി തിരഞ്ഞെടുത്തത്. സ്വർഗം ചിന്തിച്ച് ഈ കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് ആകെ ബോധരഹിതരായി. ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി ഉണ്ടാകുമോ? എന്തിനാ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്? പരിശുദ്ധ ത്രിത്വം തൻ്റെ ജ്ഞാനത്തിൽ ഈ 3 ഇടയ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുത്ത് ആ നരകത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാ? നമ്മൾ ഹൃദയ കാഠിന്യത്തോടെ അനുതാപമില്ലാതെ മാരക പാപത്തിൽ ജീവിക്കുന്ന ആത്മാക്കൾ നിബന്ധിക്കുന്ന സ്ഥലം അത് സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? പാപികളെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള സ്വർഗത്തിൻ്റെ ഒരു ആഹ്വാനം, മുന്നറിയിപ്പുമാണ് ഈ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ ഈ നരക ദർശനത്തിലൂടെ സ്വർഗം സഭയെ പഠിപ്പിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ ബോധ്യം ഉണ്ടാവണം. നമ്മുടെ ആരുടെയും നാശം ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സത്യം അറിയണമെന്നും രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ് കർത്താവിൻ്റെ തിരുഹിതം. പിന്നെ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. സ്വർഗം, ശുദ്ധീകരണ സ്ഥലം, നരകം, നിത്യജീവൻ എന്ന് പറയുന്നത് അത് ആരെയും ഭയപ്പെടുത്തുവാനുള്ള വിഷയമല്ല. അത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സത്യപ്രബോധനവും 2000 വർഷമായി സഭ വിശ്വസിച്ച് പോരുന്ന വിശ്വാസ സത്യമാണിത്. നിത്യജീവൻ, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം, വിശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത, ആത്മാക്കളുടെ രക്ഷ, ഇതെല്ലാം സഭയുടെ പ്രബോധനങ്ങളാണ്. കർത്താവായ യേശു തൻ്റെ സഭയെ പഠിപ്പിച്ച നിർമ്മലമായ പഠനങ്ങളാണ്. അപ്പോസ്തലന്മാർ ധീരതയോടെ പ്രഘോഷിച്ച തിരുവചന സത്യങ്ങളാണ്. സഭയുടെ വിശുദ്ധാത്മാക്കൾ ജീവിച്ചും പ്രത്യാശിക്കുകയും ചെയ്ത തിരുമൊഴികളാണ് ഇതൊക്കെ. ഇത് നിങ്ങൾ ചിന്തിച്ചത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധനമാണ്. നമ്മൾ ചിന്തിക്കണം, ഇത് ആരുടെയും കണ്ടുപിടുത്തമല്ല, ഇത് സഭയുടെ മതബോധനമാണ്. 1023 ഖണ്ഡികയിൽ കത്തോലിക്ക സഭയുടെ മതബോധനം പറയുന്നുണ്ട്, പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ മാത്രമേ കർത്താവിനോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കൂ. ഇന്ന് യൂണിവേഴ്സലിസം എന്ന് പറയുന്ന ഒരു പൈശാചിക പ്രബോധനം, പാഷാണ്ഡത, അത് ആദിമ സഭയിലുണ്ടായിരുന്ന പാഷാണ്ഡതയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹം മാത്രമാണ്, ദൈവം കരുണ മാത്രമാണ്. ദൈവം സ്നേഹമാണ് സഹോദരങ്ങളെ, കരുണയാണ്, ഒരു സംശയമില്ല. പക്ഷേ ദൈവം നീതിയുടെ ദൈവം കൂടിയാണ്, ദൈവം പരിശുദ്ധനാണ്. ഈ സത്യം മറക്കരുത് നമ്മൾ. അതുകൊണ്ട് ചിലരെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ദൈവം സ്നേഹം മാത്രമായതുകൊണ്ട് ആരും നരകത്തിൽ പോവുകയില്ല, എല്ലാവരെയും കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന്. അങ്ങനെ ഒരിക്കലും നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നില്ല. അത് കത്തോലിക്ക സഭയുടെ പ്രബോധനമല്ല. സഭ ഒരിക്കലും അത് പറയുന്നില്ല. പരിപൂർണമായി വിശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കൾ മാത്രമേ കർത്താവിനോട് കൂടെ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കൂ. പിന്നെ ശുദ്ധീകരണ സ്ഥലം, ഇത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ്. 1030 ഖണ്ഡികയിൽ അത് പറയുന്നുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? 1033, 34, 35 ഖണ്ഡികയിൽ പറയുകയാണ്, വിശ്വസിക്കാനും മാനസാന്തരപ്പെടുവാനും ജീവിത അവസാനം വരെ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള സ്ഥലമാണ്. അതാണ് നരകം. മാരക പാപത്തിൽ സഭ പഠിപ്പിക്കുകയാണ്, മാരക പാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്നവരുടെ ആത്മാവ് മരിച്ചാൽ ഉടനെ നരകത്തിൽ നിബന്ധിക്കുന്നു. അപ്പോൾ ഇത് സഭയുടെ പ്രബോധനമാണ്. നമ്മളിതിനെ പേടിക്കുന്നത്. ഇത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ താക്കീതുകളാണ് സഹോദരങ്ങൾ. എന്തിനെ? നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കാൻ, നമ്മൾ കൃപയിൽ വളരുവാൻ, നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തുവാൻ, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, അനേകർ നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാനും നമ്മൾ ഇവാഞ്ചലൈസേഷൻ ചെയ്യുവാനുമുള്ള സ്വർഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളങ്ങൾ ഇതൊക്കെ. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തുറവിയോടെ ഈ ശുശ്രൂഷ നമുക്ക് വ്യാപരിക്കാം. കർത്താവ് ഇന്നോളം നടത്തിയ വഴികളെ ഓർത്ത് നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. വിശ്വസിച്ച് ഹല്ലേലൂയ പറഞ്ഞേ. പൗലോസ് പറയുന്നുണ്ട്, ഉത്തമമായ പ്രബോധനത്തിൽ
ജനം സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. ഇതൊരു അടയാളമാണ് സഹോദരങ്ങളെ. കാരണം ഇവിടെ നമുക്ക് നഷ്ടപ്പെടലുകളുണ്ട്. നമ്മൾ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിനെ, നമ്മളെ വിശുദ്ധീകരിക്കുന്ന കർത്താവിനെ, നമ്മുടെ മാനസാന്തരം ആവശ്യപ്പെടുന്ന കർത്താവിനെ പലപ്പോഴും നമുക്ക് അത് അത്രയും ഇഷ്ടപ്പെടുന്നില്ല. അനുഗ്രഹിക്കുന്ന ദൈവം, സുഖപ്പെടുത്തുന്ന ദൈവം, നമുക്ക് വേണ്ടതെല്ലാം വാരിക്കോരി തരുന്ന ദൈവം, ആ ദൈവത്തെ എന്തൊരു ഇഷ്ടം നമുക്ക്. ആ ദൈവത്തെ എന്തൊരു ഇഷ്ട സന്തോഷം നമുക്ക്. അതൊക്കെ ദൈവം തരും സഹോദരങ്ങളെ. പക്ഷേ നമ്മുടെ മാനസാന്തരവും നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ ആത്മരക്ഷയും കർത്താവിന് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രിയപ്പെട്ടതുമാണെന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. മനസ്സിലാകുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് താല്പര്യമുള്ള ഏക വിഷയം എന്താണ്? ആത്മാക്കളുടെ രക്ഷയാണ്. ഇത് സഭാപിതാവ് വിശുദ്ധ ക്ലെമന്റ് പറഞ്ഞിരിക്കുന്നതാണ്. കർത്താവായ യേശു ലോകത്തിലേക്ക് വന്ന് എന്തിനു വേണ്ടിയാ? നമുക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാ. അപ്പോൾ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി ഈറ്റുനോവിൻ്റെ കാലം എന്ന ഈ ശുശ്രൂഷയിൽ നിങ്ങൾ തുറവിയോടുകൂടി ആയിരിക്കുക. ആരെങ്കിലും ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ അനാവശ്യമായി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. അത് ചെവിക്കൊള്ളരുതേ, അത് ചെവിക്കൊള്ളരുതെന്ന് സ്നേഹത്തോടെ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ കർത്താവ് പറഞ്ഞു മത്തായിയുടെ സുവിശേഷം 24:8 എന്താ ഈശോ പറഞ്ഞത്? ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കണം. ജോയേൽ പ്രവചനം 2-ാം അധ്യായം 1-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്, സിയോനിൽ കാഹളമൂതുവീൻ, എൻ്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴുക്കുവീൻ, കർത്താവിൻ്റെ ദിനം ആഗതമാകുന്നു. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. സിയോനിൽ ഏതാ സിയോൻ? അത് കർത്താവിൻ്റെ സഭയാണ്. ഇന്ന് പല സെക്റ്റുകൾക്ക് സിയോൻ എന്നുള്ള പേരൊക്കെ ഇട്ടുണ്ട്. അതല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. അവർ മാത്രം രക്ഷ പ്രാപിക്കുക എന്നൊക്കെയുള്ള ആ ദുരുപദേശത്തിൽ അടിമപ്പെട്ട ഒരു സമൂഹങ്ങളെ എല്ലാം ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റും. നമ്മൾ വളരെ അതീവ ജ്ഞാനവും ശ്രദ്ധയും കർത്താവിൻ്റെ സഭയോടും സഭയുടെ പ്രബോധനങ്ങളോടും നമ്മൾ ചേർന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ അജഗണമായി നമ്മൾ മാറണം. കാരണം വഴിതെറ്റിക്കാനുള്ള ഒരുപാട് വ്യാജ പ്രബോധകരും പ്രബോധനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കർത്താവ് പറയാണ്, നിങ്ങൾ കാഹളം മുഴക്കുവീൻ. എന്തിനുള്ള കാഹളമാണ്? ആത്മരക്ഷയ്ക്കും ആത്മാക്കളെ രക്ഷയ്ക്കും ആവശ്യമായിട്ടുള്ള കാഹളം മുഴക്കുവീൻ. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് യൂദാശ്ലീഹ പറഞ്ഞത്, താൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വചനത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുവീൻ. വചനങ്ങൾ നിങ്ങൾ ഓർക്കുവീൻ. അപ്പോൾ നമ്മൾ ഈ കാലത്തിൻ്റെ അടയാളങ്ങളിലൂടെ, ആനുകാലിക സംഭവങ്ങളിലൂടെ സ്വർഗം തരുന്ന പ്രവചന സന്ദേശങ്ങൾ നമ്മൾ അറിയാതെ പോകരുത്. പരിശുദ്ധ അമ്മ മാതാവ് ഫാദർ ഷെഫാന ഗോപിയിലൂടെ ഇപ്രകാരം നമ്മോട് സംസാരിക്കുകയാണ്. കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. കർത്താവ് അയക്കുന്ന അടയാളങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ. ഈറ്റുനോവിൻ്റെ കാലമെന്ന് പറയുന്നത് അനുതാപവും മാനസാന്തരവും നഷ്ടപ്പെടുന്ന കാലമാണ്. അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത, ഹൃദയ കാഠിന്യത്തിൽ ജീവിക്കുന്ന അസംഖ്യം ആത്മാക്കൾ, നമുക്കവരെ പ്രതിയുള്ള ആത്മഭാരവും വേദനയും പ്രാർത്ഥനയും ആത്മാക്കളെല്ലാം നേടുവാനുള്ള തീഷ്ണതയും അതിനാവശ്യമായ ത്യാഗപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എൻ്റെ സഹോദരങ്ങളെ, അനുതാപവും മാനസാന്തരവും നഷ്ടപ്പെടുന്ന കാലം. വെളിപാട് പുസ്തകം 9-ാം അധ്യായം 20-21 വചനങ്ങളിൽ പരിശുദ്ധ വചനം പറയുന്നു, ഈ മഹാമാരികൾ നിമിത്തം മൃതരാകാതെ അവശേഷിച്ചവർ തങ്ങളുടെ കരവേലയെപ്പറ്റി അനുതപിക്കുകയോ പിശാചുക്കളെയും കാണാനോ കേൾക്കാനോ നടക്കാനോ കഴിവില്ലാത്തതും സ്വർണം, വെള്ളി, പിച്ചള, കല്ല്, തടി എന്നിവയാൽ നിർമ്മിക്കപ്പെട്ടതുമായ വിഗ്രഹങ്ങളെയും ആരാധിക്കുന്നവർ പിന്തിരിഞ്ഞില്ല. അവർ അനുതപിച്ചില്ല. തങ്ങളുടെ കൊലപാതകം, മന്ത്രവാദം, വ്യഭിചാരം,
മോഷണം എന്നിവയെക്കുറിച്ചും അവർ അനുതപിച്ചില്ല. അവർ അനുതപിച്ചില്ല. സഹോദരങ്ങളെ, ഈ വചനത്തിലൂടെ എന്താണ് ആത്മാവ് പറയുന്നത്? അനുതാപം നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ, മാനസാന്തരമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. അനുതാപത്തിന് മാനസാന്തരത്തിന് വില കൽപ്പിക്കാതെ, അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാതെ, അതിൻ്റെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞ് ലൗകികതയിലും സുഖലോലുപതയിലും ജഡീകതയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. അവർ അനുതപിച്ചില്ല. തങ്ങളുടെ കൊലപാതകത്തെക്കുറിച്ച്, തങ്ങളുടെ മന്ത്രവാദത്തെക്കുറിച്ച്, തങ്ങൾ ചെയ്ത വ്യഭിചാരത്തെക്കുറിച്ച്, മോഷണത്തെക്കുറിച്ച് അവർ അനുതപിച്ചില്ല. എന്താണ് ആ വചനം പറയുന്നത്? അനുതാപം നഷ്ടപ്പെട്ടു പോകുന്ന തലമുറ. വീണ്ടും വെളിപാടിന്റെ പുസ്തകം 16-ാം അധ്യായം 11-12 വചനങ്ങളിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. വെളിപാടിന്റെ പുസ്തകം 16-ാം അധ്യായം 10-11 വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ പറയുന്നത് എന്താണ്? മനുഷ്യൻ കഠിന വേദന കൊണ്ട് നാവ് കടിച്ചു. അപ്പൊ എന്താ ഉണ്ടായത്? വേദനയും വ്രണങ്ങളും മൂലം അവർ സ്വർഗസ്ഥനായ ദൈവത്തെ ദുഷിച്ചതല്ലാതെ, ദൈവത്തെ ദുഷിച്ചതല്ലാതെ തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുതപിച്ചില്ല. തങ്ങളുടെ പ്രവർത്തികളെ കുറിച്ച് അനുതപിച്ചില്ല. എന്റെ സഹോദരങ്ങളെ, ആത്മാവ് ആവർത്തിച്ച് ദൈവവചനത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. അവർ അനുതപിച്ചില്ല. അനുതാപ ഹൃദയത്തിലേക്ക് വന്നില്ല. ഹൃദയ കാഠിന്യ നിമിത്തം അവർ ദൈവത്തെ ദുഷിച്ചുകൊണ്ടിരുന്നു. അവർ ദൈവത്തിന്റെ നാമത്തെ പരിഹസിച്ചു. അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. സഹോദരങ്ങളെ, ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരു തലമുറയുടെ മധ്യയാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ദൈവത്തെ ബാധ്യതയായി കാണുന്ന, ദൈവവചനത്തെ അത് വലിയ പ്രയാസമായി കാണുന്ന ഒരു കാലയളവ്. വീണ്ടും വെളിപാട് പുസ്തകം 16-9 പരിശുദ്ധ വചനം വെളിപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്? അത്യുഷ്ണത്താൽ മനുഷ്യർ വെന്തരിഞ്ഞു. ആ മഹാമാരികളുടെ മേൽ അധികാരമുണ്ടായിരുന്ന ദൈവത്തിൻ്റെ നാമം അവർ ദുഷിച്ചു. പലവിധ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഇതെല്ലാം സംഭവിച്ചപ്പോൾ മനുഷ്യർ ദൈവത്തിലേക്ക് തിരിയല്ല ചെയ്യുന്നത്. മനുഷ്യ ദൈവത്തെ മഹത്വപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ദൈവത്തോടെ ജീവിക്കുവാനുള്ള ആഗ്രഹം വരികയല്ലേ ചെയ്തത്. അവർ വീണ്ടും ദൈവമായ കർത്താവിന്റെ നാമത്തെ ദുഷിക്കുകയാണ്. ആ നാമത്തെ പരിഹസിക്കുകയാണ്. ദൈവത്തെ തള്ളിക്കളയുകയാണ്. കർത്താവിൻ്റെ നാമത്തെ അപഹസിക്കുകയാണ്. തുടർന്ന് വചനം പറയുകയാണ്, അവർ അനുതപിക്കുകയോ അവിടുത്തെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ അനുതപിക്കുകയോ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് ഇക്വഡോറിലുള്ളൊരു വലിയൊരു മിസ്റ്റിക്, പാട്രിയ താൽബോധ് എന്ന് പറയുന്ന ആ മിസ്റ്റിക്കിനോട് പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ പ്രവചന സന്ദേശം അറിയിക്കുകയാണ്. അതിനാൽ നിങ്ങളുടെ മാനസാന്തരം ആത്മാർത്ഥതയുള്ളതായിരിക്കണം, കാപട്യമുള്ളതാകരുത്. നമ്മുടെ അനുതാപവും മാനസാന്തരവും കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയുള്ളതാകണം. എൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ ഈ അന്ത്യകാലത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ എൻ്റെ പുത്രൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണം. എൻ്റെ പുത്രൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണം. സഹോദരങ്ങളെ, സ്വർഗം ആവശ്യപ്പെടുകയാണ് നമ്മുടെ മാനസാന്തരം ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയുള്ളതായിരിക്കണം. ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി, നമ്മുടെ കാര്യങ്ങൾ നടന്നു കിട്ടുവാനുള്ള ഒരു ഉപാധിയായി മാത്രം നമ്മൾ കർത്താവിനെ കാണരുതേ. നമ്മൾ മാനസാന്തരത്തിൽ ലക്ഷ്യം വെക്കരുതേ. നമ്മോട് എന്തിനാ മാനസാന്തരം സ്വർഗം ആവശ്യപ്പെടുന്നത്? നമ്മുടെ നിത്യജീവന് വേണ്ടിയാ, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാ. ഞാൻ ഇന്നലെ നിങ്ങളോട് പങ്കുവെച്ചു, നമ്മൾ ആത്മജീവിയാണ്. നമുക്കൊരു ആത്മാവുണ്ട്. ഒരു മനുഷ്യാത്മാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈശോ പറഞ്ഞില്ലേ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? ഈ ലോകം മുഴുവനേക്കാളും വിലപ്പെട്ടതാണ് ഒരു മനുഷ്യാത്മാവ് എന്നുള്ള സത്യം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്.
ഓ സ്തുതിക്കുന്നു, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയേ. ഒരു മനുഷ്യാത്മാവിന്റെ മഹത്വം, ആമേൻ. ഒരു മനുഷ്യാത്മാവിന് സ്വർഗം നൽകുന്ന വില എത്ര ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് വചനം പറയുന്നത് നിങ്ങളുടെ മാനസാന്തരം ആത്മാർത്ഥതയുള്ളതായിരിക്കണം. പലപ്പോഴും എന്താ സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ? എന്നാൽ ഈ മാനസാന്തരത്തിന്, അനുതാപത്തിന് പകരം യെശയ്യാ പ്രവചനം 63:10 നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവചനം 63 അധ്യായത്തിൽ അവിടെ പറയുന്നു, എന്നിട്ടും അവർ എതിർത്തു, ദൈവത്തോട് മത്സരിക്കുന്നു, ദൈവത്തിൻ്റെ നാമത്തെ ദുഷിക്കുന്നു, ദൈവത്തെ തള്ളിപ്പറയുന്നു, ദൈവത്തെ എതിർത്ത് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതിനാൽ ദൈവം അവരുടെ ശത്രുവായി തീർന്നു. നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, ദൈവത്തോട് മറുതലിക്കുകയാണ്. തങ്ങളുടെ പാപജീവിതത്തെ ഓർത്ത് അനുദപിക്കാതെ രാജാവായ സെദക്കിയ ചെയ്തതുപോലെ ദുശാഠ്യത്തിൽ തുടർന്ന് ഹൃദയം കഠിനമാക്കി അവൻ കർത്താവിലേക്ക് തിരിഞ്ഞില്ല. തന്മൂലം എന്ത് സംഭവിച്ചു? വലിയ നാശത്തിൽ അവൻ നിബന്ധിക്കുകയാണ്. ജെറുസലേം ദേവാലയം അഗ്നിക്കിരയാക്കുകയാണ്. ബാബിലോൺകാർ അത് പിടിച്ചടക്കുകയാണ്. വലിയ കൊടിയ നാശം ദൈവജനത്തിന് മേൽ നിബന്ധിക്കുകയാണ്. അതിന് കാരണം എന്താണ്? മാനസാന്തരമുണ്ടായില്ല. അനുതാപമില്ലാതെ ഹൃദയകാഠിന്യത്തോടെ ഗർവോടെ അഹങ്കാരത്തോടെ മുന്നോട്ട് പോയപ്പോൾ കൊടിയ നാശത്തിൽ എത്തുകയാണ്. ഇത് തന്നെയാണ് ഇന്ന് അനേകം കുടുംബങ്ങൾക്കും ജീവിതങ്ങൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എളിമപ്പെടണം സഹോദരങ്ങളെ. അനുതാപമുള്ള ആത്മാക്കളിലേക്കാണ് കർത്താവിന്റെ കൃപയും കരുണയും ഒഴുകപ്പെടുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഹങ്കാരികളെ ചിതറിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അഹങ്കാരികളെ അവിടുന്ന് ചിതറിച്ചു, എളിമയുള്ളവരെ അവിടുന്ന് ഉയർത്തി. അത് കർത്താവിന്റെ സ്വഭാവമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ശ്രദ്ധിക്കണം. അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പ്രാധാന്യവും അതിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കാലം എന്ന് പറയുന്നത് അനുതാപവും മാനസാന്തരവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഹൃദയകാഠിന്യം സംഭവിച്ചൊരു കാലം. നമ്മുടെ ഹൃദയത്തിൻ്റെ കഠിനത വർദ്ധിക്കും തോറും നമുക്ക് അനുതാപത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകും. മാനസാന്തരത്തിൻ്റെ കൃപ ഇല്ലാതാകും സഹോദരങ്ങൾ. ഇതാണ് സ്വർഗത്തിൻ്റെ വേദന. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിന് ഏറ്റവും വലിയ ആനന്ദം എന്താണ്? അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും മഹത്വം നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിൻ്റെ ആനന്ദം എന്താണ് സഹോദരങ്ങളെ? ആത്മാക്കളുടെ മാനസാന്തരമാണ്. സ്വർഗത്തിൻ്റെ ആനന്ദം ആത്മാക്കളുടെ മാനസാന്തരമാണെങ്കിൽ നരകത്തിൻ്റെ സന്തോഷം എന്താണ്? ആത്മാക്കളുടെ നാശമാണ്. ആത്മാക്കളുടെ നാശമാണ് പിശാച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിത്യനാശമാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ മാനസാന്തരമാണ്, നമ്മുടെ അനുതാപമാണ്. സ്വർഗം എപ്പോഴാണ് അതിയായി ആനന്ദിക്കുന്നത്? ആത്മാക്കൾ മാനസാന്തരപ്പെടുമ്പോൾ. മറ്റെന്തിനേക്കാളും സ്വർഗം സന്തോഷിക്കുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുമ്പോഴാണ്. അവന്റെ പാപം തിരിച്ചറിഞ്ഞ് പാപവഴികൾ ഉപേക്ഷിച്ച് ഒരു ആത്മാവ് കർത്താവിലേക്ക് തിരിയുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഇതല്ലേ നമ്മോട് ആത്മാവ് ആവശ്യപ്പെടുന്നത്. ഈറ്റുനോവിന്റെ കാലം എന്ന ശുശ്രൂഷയുടെ ലക്ഷ്യമത സഹോദരങ്ങളെ, നമ്മുടെ മക്കളുടെ യുവജനങ്ങളെ ആത്മാവിന്റെ രക്ഷ. രണ്ടാമത് എന്താണ്? നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണം. മൂന്നാമത് എന്താണ്? നമ്മുടെ സഭയുടെ നവീകരണം. നാലാമത് എന്താണ്? ലോക സുവിശേഷം. അല്ലാതെ ഇത് ആരെങ്കിലും ഭയപ്പെടുത്തുവാനോ നരകത്തെക്കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിച്ച് അങ്ങനെ നമ്മൾ ആരും ചിന്തിക്കരുത് സഹോദരങ്ങളെ. ഈ ശത്രുവിന്റെ ലക്ഷ്യം ആത്മാവിൻ്റെ രക്ഷയും ആത്മാക്കളുടെ രക്ഷയുമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ, സമർപ്പണങ്ങൾ നിങ്ങൾ അറിയിക്കണം. ഐ ആം റെഡി ലോർഡ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. യുവജനങ്ങൾക്ക് വേണ്ടി, എൻ്റെ സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അതിനുവേണ്ടി ത്യാഗമെടുക്കുവാൻ ഐ ആം റെഡി ലോർഡ്. ആത്മാവ് എൻ്റെ സഹോദര സഹോദരി എന്നെയും നിങ്ങളെയും പ്രചോദിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ മടിക്കരുതേ. നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ടെക്സ്റ്റ് ചെയ്യുക. നിങ്ങളുടെ തീരുമാനങ്ങൾ അറിയിക്കുക. ഒപ്പം യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിയോഗങ്ങൾ അത് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക.
ഇവിടെ 24 മണിക്കൂറും ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ടീം ഷെക്കേനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ നിയോഗങ്ങൾ, ഈ വിഷയത്തോട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ, യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ആരും മടിക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു. എന്താ പറഞ്ഞത്? അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ട്. അനുതപിക്കുന്നൊരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം. പറഞ്ഞേ കൂടുതൽ സന്തോഷം, കൂടുതൽ സന്തോഷം, കൂടുതൽ സന്തോഷം. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം ഇതാ. കർത്താവിന്റെ അൾട്ടിമേറ്റ് എയിം എന്താ? നമ്മുടെ ആത്മരക്ഷയ സഹോദരങ്ങളെ, ഇത് മറക്കരുത്. നമ്മൾ വീണ്ടും ലൂക്കായുടെ സുവിശേഷം 15:10 ഈശോ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് ഇപ്രകാരം സഭ മക്കളോട് ഉദ്ബോധിപ്പിച്ചു. എന്താ മാർപ്പാപ്പ പറഞ്ഞത്? വിശുദ്ധി എന്നാൽ ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കുന്നതോ പാപം ചെയ്യാതിരിക്കുകയല്ല. പിന്നെ എന്താണ് വിശുദ്ധി? ഒന്നിച്ച് വായിച്ചെല്ലാവരും ഒരു മനസ്സോടെ വായിച്ച്. മാനസാന്തരത്തിനും അനുതാപത്തിനും പ്രത്യേകിച്ച് അനുരഞ്ജനത്തിനും ക്ഷമയ്ക്കുമുള്ള സന്നദ്ധതയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധി. വിശുദ്ധി എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുവാനും അനുതപിക്കുവാനും പരിപൂർണമായി ക്ഷമിക്കുവാനുമുള്ള നമ്മുടെ തീരുമാനമാണ് വിശുദ്ധി. ഹല്ലേലൂയ. എത്ര ശക്തമായ വാക്കുകളാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടേത്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ അനുതാപവും മാനസാന്തര കർത്താവ് ആഗ്രഹിക്കുന്നത്. അനുതാപമില്ലാത്ത, മാനസാന്തരമില്ലാത്ത ഒരു ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും നമ്മൾ എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ പാപം ചെയ്താലും ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചാലും കർത്താവ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ കയറുകയില്ല. ഇത് ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങൾ നിങ്ങൾ എടുത്ത് നോക്ക്. അവിടേക്ക് എന്താ വചനം പഠിപ്പിക്കുന്നത്? വേണ്ട വിശുദ്ധീകരണം വേണം. വിശുദ്ധീകരിക്കപ്പെടാത്ത സ്വർഗരാജ്യ പ്രവേശനത്തിന് ആവശ്യമായ വിശുദ്ധീകരണമില്ലാത്ത ഒരു ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതിൻ്റെ തെളിവാണ് ശുദ്ധീകരണ സ്ഥലം. കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ശുദ്ധീകരണ സ്ഥലമാണ്. വിശ്വസിച്ച ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യൂണിവേഴ്സലിസം, പ്ലൂറലിസം ഒന്നും ഇവിടെ വേണ്ട സഹോദരങ്ങളെ. നമ്മൾ ഈ ഇറ്റിദോവിൻ്റെ കാലമെന്നുള്ള ശുശ്രൂഷയിൽ ഇതിനെക്കുറിച്ചുള്ള ശക്തമായൊരു പ്രബോധനമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഉത്തമമായ പ്രബോധനത്തിൽ, സത്യവചനത്തിൽ, സഭയുടെ സത്യപ്രബോധനങ്ങളിൽ സഹിഷ്ണുത കാണിക്കുന്ന, ആ പ്രബോധനങ്ങളിൽ തീഷ്ണതയില്ലാത്ത അല്ലെങ്കിൽ അതിനോട് സഹിഷ്ണുത കാണിക്കാത്ത ഒരു കാലം സഭയിൽ, സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് സ്വർഗം മുന്നമേ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. അതുകൊണ്ട് നമുക്ക് ഈ കോമഡികൾ, നമുക്കൊരു നഷ്ടം വരാത്ത സന്ദേശങ്ങൾ എന്തൊരു ഇഷ്ടം. നമുക്ക് ഈ ലാഭങ്ങൾ മാത്രം കിട്ടുന്ന സന്ദേശങ്ങളോട് എന്തൊരു താല്പര്യം നമുക്ക്. സഹോദരങ്ങളെ, ഇനി കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നതിൽ മാത്രമല്ല, കർത്താവിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റണം. നമ്മുടെ ജീവിതം കൊടുക്കണം, നമ്മുടെ സമയം കൊടുക്കണം. എന്തിനു വേണ്ടി? ആത്മരക്ഷയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി, വേൾഡ് ഇവാഞ്ചലൈസേഷനായി, സഭയുടെ നവീകരണത്തിനായി, നമ്മുടെ യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ ആത്മരക്ഷയ്ക്കായി, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരണത്തിനായി. നിന്റെ ജീവിതം കൊടുക്കാൻ പറ്റുമോ? നിന്റെ സമയം കൊടുക്കാൻ പറ്റുമോ? ആരോഗ്യം കൊടുക്കാൻ പറ്റുമോ? നിനക്ക് ദൈവം തന്നിരുന്ന സാധ്യതകൾ, അവസരങ്ങൾ സന്തോഷത്തോടെ സമർപ്പിക്കാൻ പറ്റുമോ? ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളത് ഈ കാലത്തിൻ്റെ ആവശ്യമാണെന്ന് ആത്മാവ് നമ്മൾ അറിയിക്കുകയാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോലെ ശക്തിയോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധർ വിശുദ്ധിയിൽ നന്നായി വിളങ്ങട്ടെ, തൂവെള്ള വസ്ത്രവും
കരുതിയിടട്ടെ. ഒന്ന് പാടുകേ. വിശുദ്ധർ വിശുദ്ധിയിൽ നന്നായി വിളങ്ങട്ടെ, തൂവെള്ള വസ്ത്രവും കരുതിയിടട്ടെ. സ്വർഗത്തിന്റെ അഭിമാനവും ആനന്ദവുമാണ് ഒരു മനുഷ്യാത്മാവിന്റെ മാനസാന്തരം. ഒരു മനുഷ്യാത്മാവിന്റെ അനുതാപം മറ്റെന്തിനേക്കാളും സ്വർഗത്തെ ആനന്ദിപ്പിക്കുന്നു. കൂടുതൽ സന്തോഷമുണ്ടാകും. എന്താ കർത്താവ് പഠിപ്പിച്ചത്? കൂടുതൽ സന്തോഷമുണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം സഹോദരങ്ങളെ, രണ്ടാമത്തെ ഒരു കാര്യം, സ്വർഗം അത്രമാത്രം വിലമതിക്കുന്നതാണ് ഒരു മനുഷ്യാത്മാവിൻ്റെ മാനസാന്തരവും അനുതാപവും. സ്വർഗം അത്രമാത്രം വിലമതിക്കുന്നു നമ്മുടെ മാനസാന്തരം, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ. കർത്താവിൻ്റെ കൺസേൺ മുഴുവൻ, കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിലാണ്. നമുക്ക് നിത്യരക്ഷ തരുവാനാണ് ഈശോ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നത്. അവൻ കുരിശിൽ കയറിയത്, പാടുപീഡകളിലൂടെ കടന്നുപോയത്, കർത്താവ് കുരിശിൽ മരിച്ചത്, അവൻ ഉദ്ധാനം ചെയ്തത് നമുക്ക് നിത്യജീവൻ ലഭിക്കുവാനാണ്. ഇറ്റേണൽ ലൈഫ്. നമ്മുടെ നിത്യജീവൻ ഈശോ തന്നെയാണ്. സ്വർഗം അത്രമാത്രം വിലമതിക്കുന്നു ഒരു മനുഷ്യാത്മാവിന്റെ മാനസാന്തരം. സഹോദരങ്ങളെ, നമ്മൾ കർത്താവിന്റെ പുറകെ പോകേണ്ട, അത്ഭുതത്തിന്റെ പുറകെയല്ല. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിന്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന, കർത്താവിനെ സ്നേഹത്തോടെ പിൻപറ്റുന്ന ഒരു ആത്മാവിലേക്ക് സ്വർഗം നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിച്ചുകൊണ്ടേയിരിക്കും. ഒരു സംശയം നമുക്ക് വേണ്ട. നമ്മൾ എന്തിനാ ഈ അത്ഭുതത്തിന് പുറകെ ഓടുന്നത്? അത്ഭുതങ്ങൾ വേണം, അത്ഭുതങ്ങൾ നിന്നിട്ടില്ല. നമ്മുടെ കർത്താവ് ഇന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വീരനായ ദൈവമാണ്. നമുക്കതിൽ അവിശ്വാസം വേണ്ട. സഹോദരങ്ങളെ, തിരിച്ചറിയുക. ദാവീദ് പറഞ്ഞു, കർത്താവിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. ഞാൻ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു ആത്മാവാണെങ്കിൽ, യഥാർത്ഥ മാനസാന്തരത്തിന്, അനുതാപത്തിന് കൃപ എന്നിലും നിന്നിലും ഉണ്ടെങ്കിൽ, അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കർത്താവിൻ്റെ നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ ക്യൂ നിൽക്കും. അവർ പറയും, പ്ലീസ് എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചോട്ടെ. എന്തിനാ നമ്മളിങ്ങനെ പരക്കം പായുന്നത്? സഹോദരങ്ങളെ, യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ജീവിതം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. അടയാളങ്ങൾ സ്വർഗം വെളിപ്പെടുത്തും. ആത്മാവിന് ആവശ്യമായ സകല കൃപകളും പരിശുദ്ധാത്മ പ്രദാനം ചെയ്യും. അത്ഭുതത്തിന് ലക്ഷ്യം എന്താണ്? എന്തിനാണ് അത്ഭുതത്തിന് ലക്ഷ്യം? നമ്മൾ അത്ഭുതം കണ്ടോ, കർത്താവ് വലിയവനാണെന്നും പറഞ്ഞ് അങ്ങ് പറഞ്ഞു പോകാനാണ് സഹോദരങ്ങൾ. അത്ഭുതത്തിന് ലക്ഷ്യം എന്താണ്? എന്തിനാ കർത്താവ് ഇന്നും സഭയിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത്? മത്തായിയുടെ സുവിശേഷം, അവിടെ 11-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 20-21 വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ വചനം വായിക്കാം. യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറാസി നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും നടന്നിരുന്നുവെങ്കിൽ അവ എത്ര പണ്ട് ചാക്കെടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. യേശു താൻ ഏറ്റവും അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകയാൽ അവയെ ശാസിക്കുകയാണ്, പരസ്യമായി ശാസിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ജനമേ, അപ്പം അത്ഭുതങ്ങളുടെ ലക്ഷ്യം എന്താ? മാനസാന്തരമാണ്. അത്ഭുതത്തിൻ്റെ ലക്ഷ്യം എന്താ? നമ്മുടെ അനുതാപമാണ്. അവർ മാനസാന്തരപ്പെട്ടില്ല, അനുതാപത്തിലേക്ക് വന്നില്ല. കർത്താവ് പരസ്യമായി ശാസിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അത്ഭുതങ്ങൾ ഒരിക്കലും നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അത്ഭുതങ്ങളോടൊപ്പം നമുക്ക് അടിസ്ഥാന മാനസാന്തരവും ശരിയായ അനുതാപവും ഉണ്ടാകണം. എത്രയോ മാനസാന്തരങ്ങൾ സഭയ്ക്ക് കർത്താവ് സമ്മാനിച്ചു അത്ഭുതങ്ങൾ വഴി. ഈ കാലഘട്ടത്തിലും അതുപോലെ തന്നെ സംഭവിക്കാനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൻ്റെ ആഗ്രഹം അതാണ്. കഞ്ചിക്കോട്ട് റാണിച്ചേച്ചിയിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയൊരു പ്രബോധന സന്ദേശമുണ്ട്. 1999 ഓഗസ്റ്റ് 15-നാണ്. അമ്മ പറഞ്ഞു, ഇത് വിമല ഹൃദയത്തിൻ്റെ സമയമാണ്.
മക്കളെ, നിങ്ങൾ ഒരുങ്ങുക. ദൈവം കാരുണ്യവാനാണ്, എന്നാൽ നീതിമാനുമാണ്. തൻ്റെ കാരുണ്യം അവഗണിക്കുന്നവർ ദൈവനീതിയിലൂടെ കടന്നു പോകേണ്ടി വരും. അതിനാൽ നിങ്ങൾ പശ്ചാത്തപിക്കുക, നിങ്ങൾ അനുതപിക്കുക, പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക, പരിഹാരം ചെയ്യുക, പരിഹാരം ചെയ്യുക. സഹോദരങ്ങളെ, ശ്രദ്ധിക്കണമേ, ഇത് സ്വർഗം തരുന്ന പ്രവചന സന്ദേശമാണ്. അപ്പോൾ അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പ്രാധാന്യം ആവർത്തിച്ച് ആത്മാവ് നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുക. ഈറ്റുനോവിൻ്റെ കാലം എന്താ? ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താ? അനുതാപം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലം. മാനസാന്തരത്തിൻ്റെ കൃപ അത് മങ്ങി പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയം. ഇപ്രകാരം ഒരു കാലയളവിലാണ് പ്രിയ ദൈവജനമേ നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ സ്വർഗം തരുന്ന ഈ ആലോചനകൾ നമ്മൾ വേണ്ട വിധം ഗ്രഹിക്കണം. ഫാത്തിമയിൽ നമ്മുടെ അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധാമ ഇപ്രകാരം പറഞ്ഞു. ഫാത്തിമയിൽ എന്താണ് അമ്മ അറിയിച്ച സ്വർഗത്തിൻ്റെ ദൂത്? ദൈവത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ 3 ഇടയ കുഞ്ഞുങ്ങളോട് പരിശുദ്ധാമ്മ ചോദിക്കുക. അവിടത്തേക്കെതിരായി ചെയ്യപ്പെടുന്ന എണ്ണമറ്റ പാപങ്ങളുടെ പരിഹാരത്തിനായും പാപികളുടെ മാനസാന്തരത്തിനായും ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സമ്മതമാണോ? ആ 7, 8, 10 വയസ്സ് മാത്രമുള്ള കുഞ്ഞുങ്ങളോടെ ചോദിക്കുന്നത്. നമ്മൾ പറയില്ല, 8 പൊട്ടി തിരിച്ചറിയാത്ത മക്കളെന്ന് പറയില്ല. അതുപോലെ വേണ്ടത്ര പക്വതയൊന്നും ആ കുഞ്ഞുങ്ങൾക്കില്ല. അപ്പോൾ സ്വർഗം തിരഞ്ഞെടുത്തത് ഈ കുഞ്ഞുങ്ങളെയാണ്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം ജ്ഞാനം കൊടുക്കുമ്പോൾ ഏതൊരു ആത്മാവിനും സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ആത്മീയ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. നമുക്ക് ഈ സ്വർഗീയ ജ്ഞാനം, ആത്മാവിൻ്റെ ജ്ഞാനമില്ലാതെ ഈ ലോകത്തിൻ്റെ പലവിധ അറിവുകളും ദുഷിപ്പുകളും നമ്മുടെ മനസ്സാക്ഷി സ്വാധീനിക്കുന്നത് കൊണ്ടാണ് സ്വർഗം തരുന്ന ഈ അടയാളങ്ങൾ വേണ്ട വിധം ഗ്രഹിക്കാൻ കഴിയാതെ പോകുന്നത്. ആ 3 ഇടയ കുഞ്ഞുങ്ങൾക്ക് കാര്യം മനസ്സിലായി. അവരോട് എന്താ സ്വർഗം ആവശ്യപ്പെട്ടത്? പാപികളെ മാനസാന്തരത്തിനായി, കർത്താവിനെതിരെ ചെയ്യുന്ന എണ്ണമറ്റ പാപങ്ങളെ പരിഹാരത്തിനായി ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സമ്മതമാണെന്ന്. ആ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് സമ്മതമാണെന്ന്. സഹോദരങ്ങളെ, വലിയ അത്ഭുതമാണ് ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ സ്വർഗം ചെയ്തത്. 1000 മാനസാന്തരപ്പെടുമാറ് ആത്മാവിൻ്റെ പ്രവർത്തനം അവിടെ സംഭവിച്ചു. അപ്പോൾ സ്വർഗം എവിടെയെല്ലാം ഇടപെടുന്നുവോ അവിടെ മാനസാന്തരമുണ്ട്. പരിശുദ്ധാത്മ എവിടെയെല്ലാം ശക്തിയോടെ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെ മാനസാന്തരമുണ്ട്. സ്വർഗത്തിൻ്റെ ആഗ്രഹം എന്താ? നമ്മുടെ മാനസാന്തരമാണ്, നമ്മുടെ അനുതാപമാണ്. എന്തിന് അത്ഭുതങ്ങൾ തരുന്നത്? മാനസാന്തരത്തിന് വേണ്ടിയാ. എന്തിന് സൗഖ്യങ്ങൾ തരുന്നത്? മാനസാന്തരത്തിന് വേണ്ടിയാ. എന്തിന് ഭൗതിക നന്മകൾ തരുന്നത്? മാനസാന്തരത്തിന് വേണ്ടിയാ. മാനസാന്തരമില്ലാതെ ഇത് മാത്രം സ്വന്തമാക്കിയാൽ നമുക്കൊരിക്കലും നിത്യജീവൻ സ്വന്തമാക്കാൻ പറ്റുകയില്ല. സഹോദരങ്ങളെ, ഇത് തിരുവചനത്തിൻ്റെ സാക്ഷ്യമാണ്. തിരുവചനത്തിൻ്റെ സാക്ഷ്യമാണ്. ആവർത്തിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ പരിശുദ്ധ ബൈബിൾ ഇങ്ങനെ വായിച്ച് ധ്യാനിച്ചപ്പോൾ ആവർത്തിച്ച് കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൽ ആത്മ വെളിപ്പെടുത്തുന്ന സത്യം എന്താ? മാനസാന്തരപ്പെടുക. അപ്പോസ്തല പ്രവർത്തനം 17:30 പറയാണ്, ലോകത്തിലുള്ള സകല മനുഷ്യരും ഇപ്പോൾ അനുതപിക്കണമെന്നും മാനസാന്തരപ്പെടണമെന്നും കർത്താവ് ആജ്ഞാപിക്കുന്നു, കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ വീണ്ടും പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുക. റോമക്കാർക്കുള്ള ലേഖനം 2:4 അവിടെ എന്താ സഭയോട് പറയുന്നത്? ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക, നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ദൈവകരുണയുടെ ലക്ഷ്യം കുറെ ഭൗതികമായ നന്മകൾ സ്വീകരിക്കാനല്ല. ഇന്ന് പലരും കരുണക്കൊന്ത ചെല്ലുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? IELTS പാസ്സാവാൻ, OAT പാസ്സാവാൻ, ഈ ലോകത്തിന് ഭൗതികമായ നേട്ടങ്ങൾ, അല്ലെങ്കിൽ എന്തിനാണ് മെഡിക്കൽ എൻട്രൻസ്, അത് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ, എൻജിനീയറിംഗിന് അഡ്മിഷൻ കിട്ടാൻ, വീട് പണി കയറാൻ, സാമ്പത്തിക തകർച്ച മാറാൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മുടെ പ്രാർത്ഥന അതിനു വേണ്ടി മാത്രമാകരുത്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, അതിനു വേണ്ടി മാത്രമാകരുത്. ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്, നമ്മുടെ മാനസാന്തരമാണ്, നമ്മുടെ അനുതാപമാണ്. ഈ ഒരു കൃപ സ്വീകരിക്കാതെ വെറും ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം കരുണക്കൊന്ത ചൊല്ലിയതുകൊണ്ട് സ്വർഗം സന്തോഷിക്കുകയോ?
സഹോദരങ്ങളെ, സ്വർഗത്തിന് സന്തോഷം ഉണ്ടാവുക? ഒരിക്കലുമില്ല. സ്വർഗം സന്തോഷിക്കുകയില്ല. കർത്താവിൻ്റെ കാരുണ്യം നമ്മുടെ മാനസാന്തരമാണ് ആവശ്യപ്പെടുന്നത്. കർത്താവിൻ്റെ കരുണ നമ്മുടെ നിത്യജീവനാണ് ആഗ്രഹിക്കുന്നത്. മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, മറ്റൊന്നുമല്ല. മനസ്സിലാകുന്നവർ ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ചേ ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ, അനോയിന്റ് ചെയ്യണമേ. മാനസാന്തരത്തിന്റെ അനുതാപത്തിന്റെ ആഴമായ കൃപയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഹൃദയ കാഠിന്യത്തെ മാറ്റണമേ, ഹൃദയ തൊരവി തരണമേ, ഹൃദയ തൊരവി നൽകണമേ. പരിശുദ്ധാത്മാവേ, അനേകം ആത്മാക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക് കടന്നു ചെന്ന് പ്രവർത്തിക്കണമേ. സ്പിരിറ്റ് മൂവ്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീസസ്, 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 ജീസസ്. സ്വർഗം അത്രമാത്രം വിലമതിക്കുന്നു ഒരു മനുഷ്യാത്മാവിന്റെ മാനസാന്തരം. കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ നമ്മുടെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിലാണ്. ദൈവത്തിൻ്റെ ഒരേ ഒരു ആഗ്രഹം നമ്മുടെ രക്ഷയാണ്. നമ്മളാരും നശിച്ചു പോകാതെ നമ്മളെല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ കർത്താവ് എപ്പോഴും, അതിനാണ് ഈറ്റുനോവിൻ്റെ കാലേ ശുശ്രൂഷ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പാപികളുടെ മാനസാന്തരം, പാപികളുടെ മാനസാന്തരം. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. എന്താണ് കേഴുന്നത്? പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അതീവ ശ്രദ്ധയോടെ ആയിരിക്കണമേ. അനുതാപവും മാനസാന്തരവും ഇല്ലാത്ത ആത്മാക്കൾക്ക് നാശം വരുന്നു. സഹോദരങ്ങളെ, വേദനയോടുകൂടി പങ്കുവയ്ക്കുകയാണ്. അനുതാപവും മാനസാന്തരവും ഇല്ലാത്ത ആത്മാക്കൾ അവസാന ശ്വാസം വരെ മാനസാന്തരവും ഇല്ല, അനുതാപവും ഇല്ല. നമ്മൾ ശ്രദ്ധിക്കണം, നാശത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് രക്തക്കണ്ണീരൊഴുക്കി നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്കൊരു കളിയാക്കുന്ന മനോഭാവമോ ഒരു പരിഹാസ മനോഭാവമോ പുച്ഛ മനോഭാവമല്ല വേണ്ടത്. നമ്മുടെ അമ്മ കരയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. നമ്മൾ പുച്ഛിക്കുകയോ? ഇതെന്ത് ഭ്രാന്തി തള്ളയാണ്, ഇതെന്ത് തള്ളയാണെന്നും പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും. അങ്ങനെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസിക നില തകരാറിലാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ നൊന്ത് പ്രസവിച്ച് നമ്മുടെ പൊന്നോമൻ അമ്മ നമ്മെ നോക്കി കരയുമ്പോൾ, ചങ്ക പൊട്ടി കരയുമ്പോൾ നമുക്ക് വേദനയെ വരിക. അമ്മ എന്തിനാ കരയുന്നത് നമ്മൾ ചോദിക്കും, അമ്മയുടെ സ്നേഹം ഉണ്ടെങ്കിൽ. ഇന്ന് നമ്മുടെ അമ്മ മാതാവ് രക്തക്കണ്ണീരൊഴുക്കി കരയുന്നത് തൻ്റെ മക്കളുടെ നിത്യനാശം കണ്ടാണ്. അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ തൻ്റെ മക്കള് നിത്യനാശത്തിലേക്ക് പോകുന്നത് കണ്ട് അമ്മ വേദനയോടെ കരയുകയാണ്. പാപിക്കായി പ്രാർത്ഥിപ്പിൻ. കരഞ്ഞുകൊണ്ട് അമ്മ പറയാ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഇത് സ്വർഗത്തിന്റെ ദൂത സഹോദരങ്ങളെ. ഇത് ചങ്കിലേക്ക് ഏറ്റെടുക്കുവാൻ തീരുമാനമുള്ള കമ്മിറ്റ്മെന്റുള്ള എത്ര പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്? അവർ സ്വരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ഓ സ്തുതിക്കുന്നു, 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 ശക്തിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു ലൂക്കായുടെ സുവിശേഷം 13:5 എന്താണ് ഈശോ പഠിപ്പിച്ചത്? ഈശോയുടെ പ്രബോധന ഇത്, കർത്താവിൻ്റെ പ്രബോധനം. എന്താ ഈശോ പറഞ്ഞത്? അല്ല എന്ന് ഞാൻ പറയുന്നു, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും. അനുതാപമില്ലാത്ത മാനസാന്തരമില്ലാത്ത ആത്മാക്കൾക്ക് നാശം സംഭവിക്കും. അനുതാപവും മാനസാന്തരമില്ലാത്ത കുടുംബങ്ങൾ തകർച്ചയിൽ നിബന്ധിക്കും. അനുതാപവും മാനസാന്തരം ഇല്ലാത്ത സമൂഹങ്ങൾക്ക് എന്ത് പറ്റും? അത് ക്ഷയിച്ചു വരും. അനുതാപമില്ലാത്ത സഭയ്ക്ക് എന്ത് സംഭവിക്കും? വലിയ ദുരിതങ്ങൾ വരും. സംശയിക്കേണ്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ വചനമാണിത്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 13, 14, 15 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കണമേ. കർത്താവ് പറഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും
ഒടുവിലെത്തവനും ആദിയും അന്തവും, ജീവന്റെ വൃക്ഷത്തിനുമേൽ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും അനുതാപമില്ലാത്ത മാനസാന്തരമില്ലാത്ത ആത്മാക്കളെ കുറിച്ചാണ് പറയുന്നത്. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. അത് ദൈവം ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നതല്ല. ഞാൻ തന്നെ ഈ ശിക്ഷാവിധി ഞാൻ തന്നെ വരുത്തി വയ്ക്കുകയാണ്. അത് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും പറയട്ടെ, നമ്മുടെ ആരുടെയും നാശം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആരും നിത്യനരകത്തിൽ നിബന്ധിക്കുവാൻ ഒരിക്കലും കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിൻ്റെ ആഗ്രഹം എന്താ? നമ്മളെല്ലാവരുടെ നിത്യജീവനാണ്. ആരും നശിച്ചു പോകാതെ സകലരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ പറയുകയാണ്, എനിക്ക് നിത്യജീവൻ വേണ്ട, എനിക്ക് രക്ഷ വേണ്ട, ഞാൻ നരകത്തിൽ പോകാൻ റെഡിയാ. ഞാൻ കർത്താവിൻ്റെ രക്ഷയെ റിജക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ തന്നെയാണ് എൻ്റെ ശിക്ഷാവിധി തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ ദൈവം എന്നെ തള്ളിവിടുകയല്ല ചെയ്യുന്നത്. ദൈവം എന്നെ അതിലേക്ക് നീ അങ്ങ് പോടാന്നും പറഞ്ഞൊരു സാഡിസ്റ്റിനെ പോലെ പ്രവർത്തിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. അവൻ സ്നേഹിക്കുന്നവനാ, കരുതുള്ളവനാ. ഇത് മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ സത്യങ്ങളെ വളച്ചൊടിക്കരുത്. നമ്മൾ തന്നെയല്ലേ രക്ഷയെ അവഗണിക്കുന്നത്. കർത്താവിന് മുഖപക്ഷമില്ല, കർത്താവിന് മുഖനോട്ടമില്ല. കർത്താവിൻ്റെ പരിശുദ്ധിയിലും കർത്താവിൻ്റെ സ്നേഹത്തിലും ജീവിക്കുന്ന ഒരു ആത്മാവായി ഞാനും നീയും മാറുമ്പോൾ നമുക്ക് നിത്യജീവനാണ്. നമുക്ക് നിത്യജീവൻ ഉറപ്പാ സഹോദരങ്ങളെ. എനിക്കത് വേണ്ട. ഞാൻ നരകത്തിൻ്റെ സന്തതിയാണെന്നും പറഞ്ഞ് രക്ഷയെ അവഗണിച്ച് ഞാൻ ജീവിച്ചാൽ കർത്താവിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് സഭാപിതാവ് ഈ അഗസ്തീനോസ് പറഞ്ഞത്, നിന്റെ സമ്മതം കൂടാതെ നിന്നെ രക്ഷിച്ച നിന്റെ ദൈവത്തിന് നിന്റെ സമ്മതം കൂടാതെ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ നമ്മുടെ ഫ്രീ വില്ല് വളരെ ഇമ്പോർട്ടൻ്റ് സഹോദരങ്ങളെ. ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്, എനിക്ക് നരകം മതി, എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് നരകം മതി. അവിടെ ദൈവം തോറ്റുപോവുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വചനം വായിക്കാനായിട്ട്. അല്ലാതെ ഈ വടിയും പിടിച്ച് നരകത്തിലേക്ക് തള്ളിവിടാൻ ഇരിക്കുന്നൊരു ദൈവത്തെ പോലെ നമ്മൾ കർത്താവിനെ കാണരുത്. അതൊക്കെ നെഗറ്റീവായ ചിന്തകളാണ്. നമ്മൾ ഈ വചനത്തെ വളച്ചൊടിക്കുകയാണ്. ഈ യൂണിവേഴ്സലിസത്തിൻ്റെ പ്രചാരകരാണ് ഇത്തരത്തിൽ വ്യാഖ്യാനിച്ച് ഈ സത്യങ്ങളെ പലപ്പോഴും അധിക്ഷേപിക്കുന്നത്. സഹോദരൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. സകലരും പുറത്ത്. ആരെ പുറത്തു പോകുന്നത്? അനുതാപമില്ലാത്ത മാനസാന്തരമില്ലാത്ത ആത്മാക്കള്. അവസാന ശ്വാസം വരെ കർത്താവ് അനുദപിക്കാൻ അവസരം തരുന്നുണ്ട്. അത് കർത്താവിൻ്റെ കരുണയാണ്, സ്നേഹമാണ്. പക്ഷെ ഞാൻ അതിനെ തള്ളിക്കളഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് അമ്മ പറയുന്നു, പ്രാർത്ഥിക്കും മക്കളെ. നമ്മൾ ഇന്നലത്തെ സന്ദേശത്തിൽ കേട്ടു, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രാശ്ചിത്ത പ്രവൃത്തികളും എനിക്ക് ആവശ്യമുണ്ട്. ജപമാല ചൊല്ലി ആത്മാക്കളുടെ രക്ഷയ്ക്കും പാപികളുടെ മാനസാന്തരത്തിനുമായി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് കുരിശിന്റെ വഴി ചൊല്ലി കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലൂടെ അത് ധ്യാനിച്ച് യാത്ര ചെയ്ത് നമ്മൾ കുരിശിന്റെ വഴി നടത്തുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. അവിടെ ആത്മാക്കൾ രക്ഷപ്പെടും, പിശാചിന്റെ പിടികൾ പൊട്ടും. ഹല്ലേലൂയ. യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കണം, സഹനങ്ങൾ കൃപകളായി ഏറ്റെടുക്കണം. അങ്ങനെയുള്ള കുറച്ച് യാഗാത്മാക്കള്, കർത്താവിന്റെ വലിയ ആത്മാക്കള് സഭയിൽ ഉണരണം. ഓ, സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, എൻ്റെ അൽമായ സഹോദരങ്ങളെ, എൻ്റെ യുവജനങ്ങളെ, കർത്താവിൻ്റെ ഒരു വിക്ടിം സോളായി ഈ കാലഘട്ടത്തിൽ എനിക്കും നിനക്ക് മാറാൻ പറ്റുമോ? അതിനായി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? അവിടെ സ്വർഗം ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. നമ്മൾ ആരും സംശയിക്കേണ്ട. വെളിപാട് പുസ്തകം അവിടെ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. വെളിപാട് പുസ്തകത്തിൽ 5 അവിടെ 7 സഭകളെ നമുക്ക് കാണാം. എഫെസോസിലെ സഭ, സ്മിർണയിലെ സഭ, സാർദീസിലെ സഭ, പെർഗമുസിലെ സഭ, തീത്തറയിലെ സഭ, ഫിലാഡൽഫിയയിലെ സഭ, ലവോദിക്കയിലെ സഭ, സാർദീസിലെ സഭ. ഇതിൽ 5 സ്ഥലസഭകൾ കർത്താവ് കൊടുക്കുന്ന മുന്നറിയിപ്പ് എന്താണ്? അനുതപിക്കുക. റിപ്പന്റ്. ഞങ്ങളോട് പറയട്ടെ, കുറച്ച് നാളുകൾക്ക് മുൻപ് മധ്യപൂർവേഷ്യയിലെ നമ്മുടെ സഭകളുടെ ആ യഥാർത്ഥ അവസ്ഥ കാണുവാൻ ഒരു മിഷൻ യാത്ര നടത്തി. ഒരു നാളുകളിൽ
വിശ്വാസം തഴച്ച് വളർന്നിരുന്ന സ്ഥലങ്ങൾ ഇന്ന് വിശ്വാസം നാമവിശേഷമായിരിക്കുകയാണ്. പേരിന് മാത്രം ചില സഭാ സമൂഹങ്ങളുണ്ട്, ബാക്കിയെല്ലാം അവിടെ നാമവിശേഷമായി. വേദനയാണ്, വളരെ കടുത്ത വേദന വരുന്ന കാര്യമാണ് സഹോദരങ്ങളെ. മധ്യപൂർവേഷ്യയിൽ അതുപോലെ വിശ്വാസം വർദ്ധിച്ച് വിശ്വാസം ജീവിച്ച അനേകം സഭാ സമൂഹങ്ങളുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം തകർക്കപ്പെട്ടു, അതെല്ലാം ഇല്ലാതായി. എഫേസത്തിലെ സഭയൊക്കെ ഇന്ന് കാണണം നമ്മൾ. ഗലാത്യ സഭയുടെ അവസ്ഥ, പൗലോസ് നേരിട്ട് സുവിശേഷം പ്രസംഗിച്ച സഭകൾ അതൊക്കെ, ആ സഭകളൊന്നും നാമമാത്ര സഭകളായിട്ട് മാറി. എന്താ കാരണം? കർത്താവിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചു. അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ മുന്നോട്ട് പോയി. അപ്പോൾ നിങ്ങൾ വ്യക്തികളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, സമൂഹങ്ങളാകട്ടെ, സഭയാകട്ടെ, അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ മുന്നോട്ട് പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ തകർച്ചകളും നാശമൊക്കെ സംഭവിക്കാൻ. അത് ദൈവം തരുന്നത് നമ്മൾ വരുത്തി വയ്ക്കുന്നതാണത്. നമ്മൾ അനുദപിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞാൽ അത് കൃപയാക്കി രക്ഷയാക്കി ഈശോ മാറ്റും. ഏത് തിന്മയെയും നന്മയാക്കി മാറ്റാൻ കർത്താവിന് മാത്രമേ കഴിയൂ. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 വെളിപാട് 2:5 എഫേസത്തിലെ സഭയോട് പറയാണ്, അനുദപിക്കുക. റിപ്പന്റ്. കണ്ടു, അനുദപിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. ഇനി പെർഗാമോസിലെ സഭയോട് പറയാം, വെളിപാട് 2:15 അവിടെ എന്താ പറയുന്നത്? അതുപോലെ നിക്കോളവസ് പക്ഷക്കാരുടെ പ്രബോധനങ്ങളെ, നമ്മൾ എല്ലാ പ്രബോധനങ്ങളെ പുറകെ ഓടരുതട്ടോ. കർത്താവ് പറഞ്ഞു, ഫരീസരുടെ പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഫരീസരുടെ പുളിമാവ് എന്താ? അത് അവരുടെ പ്രബോധനമാണ്. ഇന്ന് അനേകം വ്യാജ പ്രബോധനങ്ങൾ, കർത്താവിൻ്റെ സത്യവചനത്തിന് വിരുദ്ധമായ തിരുസഭയുടെ സത്യപ്രബോധനങ്ങൾക്ക് എതിരായിട്ടുള്ള അനേകം വ്യാജ പ്രബോധനങ്ങൾ, ഫോൾസ് ഡോക്ട്രീൻസ്, പൈശാചിക പ്രബോധനങ്ങൾ ഇന്നുണ്ട് സഹോദരങ്ങളെ. വാട്സപ്പിൽ യൂട്യൂബിലൊക്കെ ഒത്തിരി ലഭ്യമാണത്. എല്ലാറ്റിനും പുറകെ ഓടരുതട്ടോ. ഒരു ഉപദേശം കേൾക്കുമ്പോഴേക്കും അതങ്ങ് ചാടി പിടിക്കരുത്. നമ്മൾ ആത്മാവിൽ വിവേചിക്കണം. വചനത്തോടും സഭയോടും സഭയുടെ പ്രബോധനങ്ങളോടും ഇത് ചേർന്ന് പോകുന്നതാണോ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണിത്. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. കർത്താവ് പറഞ്ഞു, റിപ്പന്റ്. പെർഗാമോസ് സഭയോട് പറഞ്ഞു, അനുദപിക്കുക. തീത്തരയിൽ സഭയോട് എന്താ പറഞ്ഞത്? വെളിപാട് പുസ്തകം 2:21 തീത്തരയിൽ സഭയോട് പറഞ്ഞു, ഞാൻ നിനക്ക് അനുദപിക്കാൻ അവസരം തന്നു, എന്നാൽ നിന്റെ അശുദ്ധമായ പ്രവൃത്തികളെക്കുറിച്ച്, വെളിപാട് 2:21, നിന്റെ അശുദ്ധമായ പ്രവൃത്തികളെക്കുറിച്ച് അനുദപിക്കാൻ നീ തയ്യാറായില്ല. നിന്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ നീ തയ്യാറായില്ല. ഇനി സാർദീസിലെ സഭയോട് എന്താ പറഞ്ഞ? വെളിപാട് 3:3 ആത്മീയ മന്ദതയുള്ള സഭയായിരുന്നത്. കണ്ടോ? നീ അനുദപിക്കുക, നീ ഉണരുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരുമെന്ന് കർത്താവ് പറയാ. വീണ്ടും ലവോദിക്കയിലെ സഭയോട് എന്താ കർത്താവ് പറഞ്ഞത്? വെളിപാട് 3:19 അവിടെ എന്താ ഈശോ പറഞ്ഞത്? നീ അനുദപിക്കുക, തീഷ്ണതയുള്ളവനാകുക. റിപ്പന്റ്, അനുദപിക്കുക. നിന്റെ അഹങ്കാരം വെടിഞ്ഞ് നീ എളിമപ്പെട്ട് അനുദപിക്കുക, നീ തീഷ്ണതയുള്ളവനാകുക. ലവോദിക്ക സഭ, വെളിപാട് 3:19 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ മെസ്സേജുകളൊക്കെ പിന്നീടുള്ള നാളുകളിൽ ആ സഭാ സമൂഹങ്ങൾ തള്ളിക്കളഞ്ഞപ്പോൾ എന്താ ഉണ്ടായി? ഇന്ന് അവിടുത്തെ സ്ഥിതി എന്താണെന്നറിയോ? പേരിന് മാത്രം സഭ, വളരെ ചെറിയ വിശ്വാസികൾ. സഭാ സമൂഹങ്ങൾ തകർക്കപ്പെട്ടു. മറ്റുള്ള പലരും അത് കൈയടക്കി കൊള്ളയടിച്ചു. സഭാ മക്കളെ പലരെയും ക്രൂരമായി കൊലപ്പെടുത്തി. അവിടെ നാമവിശേഷമായിട്ട് മാറി. സ്വർഗം ഇന്ന് കരയുന്നത് അനുതാപമില്ലാതെ മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന ആത്മാക്കളെ ഓർത്ത. ഇന്ന് നമ്മുടെ അമ്മ മാതാവ് രക്തക്കണ്ണീരൊഴുക്കി കരയുന്നത് നശിക്കുന്ന തൻ്റെ പൊന്നോമന മക്കളെ ഓർത്ത. സഹോദരങ്ങളെ, സ്വർഗത്തിന് വേദന മനസ്സിലാക്കി, സ്വർഗത്തിന് നിലവിളി തിരിച്ചറിഞ്ഞ്, ഈറ്റുനോവിൻ്റെ കാലം അനുതാപവും മാനസാന്തരവും നഷ്ടപ്പെടുന്ന കാലമാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. ധാരാളമായി പ്രാർത്ഥിക്കുക. ദിവ്യയുടെ സന്നിധിയിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുക. ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക. കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. കുരിശിന് വഴി നടത്തുക. വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, ആത്മാക്കളെ രക്ഷ, പാപികളെ മാനസാന്തരം, ഹൃദയകാഠിന്യം മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ഞാൻ ഇതിൽ നിങ്ങളോട് സൂചിപ്പിച്ചു, ഏതാനും നാളുകൾക്ക് മുൻപ് പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായി ആത്മാവ് പറഞ്ഞു, എൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരു പരിഹാര ചാപ്പൽ ഷെക്കേനയിൽ ആരംഭിക്കണം. മറ്റൊരു നിയോഗവുമല്ല.
സഭയ്ക്ക് വേണ്ടിയുള്ള പരിഹാര ചാപ്പൽ. ലോക സുവിശേഷവൽക്കരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആത്മീയ നിയോഗങ്ങളൊന്നുമല്ല. തിരുസഭയുടെ നവീകരണം, തിരുസഭയുടെ വളർച്ച, സഭ സംരക്ഷിക്കപ്പെടുവാൻ, സഭയിൽ സമാധാനമുണ്ടാകുവാൻ, വന്യവൈദികർക്ക് വേണ്ടി, അഭിനയ പിതാക്കന്മാർക്ക് വേണ്ടി, സമർപ്പിത സന്യസ്താത്മാക്കൾക്ക് വേണ്ടി, സഭയുടെ മിഷണറിമാർക്ക് വേണ്ടി, സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പരിഹാര ചാപ്പൽ ഇവിടെ തുടങ്ങണം, ആരംഭിക്കണം. ഞാൻ എൻ്റെ പിതാവിനോട് തലശ്ശേരി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് ആർച്ച് പിതാവിനോട് അത് പങ്കുവെച്ചു. അടുത്ത നാളുകളിൽ ബേഞ്ചർ ആർച്ച് ബിഷപ്പിനോട് അത് പങ്കുവെച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഇന്ന് മറ്റേത് നാളുകളേക്കാൾ ഉപരി കർത്താവിൻ്റെ സഭയ്ക്ക് പ്രാർത്ഥന ഒരുപാട് ആവശ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥന കൊണ്ട് സഭയെ പൊതിയണം. നമ്മുടെ പരിഹാര പ്രവർത്തികളും പ്രാശ്ചിത്ത അരൂപിയെല്ലാം സഭയ്ക്ക് മറയായി മാറണം, സഭയ്ക്ക് പ്രതിരോധമായിട്ട് മാറണം, സഭയ്ക്ക് സംരക്ഷണമായിട്ട് മാറണം. ഫോർ ദ ലോർഡ് ആൻഡ് ഫോർ ദ ചർച്ച്. നമ്മുടെ ജീവിതം അതിനു വേണ്ടിയാ, കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും വേണ്ടി. എല്ലാവരും ഉച്ചത്തിൽ വലതുകര ഉയർത്തി പറഞ്ഞ് കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കും വേണ്ടി. എന്തിനാണ് ഈ ജീവിതം? കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കും വേണ്ടി. നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാ? നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാ? നമ്മുടെ ത്യാഗങ്ങൾ എന്തിനു വേണ്ടിയാ? കർത്താവ് ഉറക്കെ പറഞ്ഞ കർത്താവിനും കർത്താവിന്റെ സഭയ്ക്കും വേണ്ടി. ഫോർ ദ ലോർഡ് ആൻഡ് ഫോർ ദ ചർച്ച്. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു ജീവിതം സ്വർഗത്തിന് ആനന്ദമുണ്ടാകട്ടെ, കർത്താവിന് പ്രയോജനമുള്ളതാകട്ടെ. എൻ്റെ സഹോദരങ്ങളെ, സാധിക്കുന്നതുപോലെ നിങ്ങൾക്ക് തുറന്നുള്ള നാളുകളിൽ നമ്മൾ ആ പരിഹാര ചാപ്പലെ ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. 1-2 മാസത്തിനുള്ളിൽ അത് ആരംഭിക്കും. പക്ഷേ കെനിൽ കോമൺ ആയിട്ടുള്ള ചാപ്പലുണ്ട്. 24 മണിക്കൂറും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന ചാപ്പല്. നിങ്ങൾക്ക് അവിടെ പറ്റുന്നതുപോലെയൊക്കെ വന്ന് 1, 2, 4, 5 ഒരാഴ്ചയൊക്കെ വന്ന് താമസിച്ച് സഭയ്ക്ക് വേണ്ടി, വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി, കുടുംബങ്ങളെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ യുവജനങ്ങൾ ആത്മരക്ഷയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിലവിളിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ അവസരമുണ്ട്. നിങ്ങളത് വിനിയോഗിക്കണം. ഷെക്കൻ ന്യൂസിൻ്റെ ആ മീഡിയ കോംപ്ലക്സിലെ ആ ദിവ്യകാരുണ്യ ചാപ്പൽ, ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന അമ്മ മാതാവിൻ്റെ ഒരു ചാപ്പലുണ്ട്. 2 ചാപ്പലുകളുണ്ട്. നിങ്ങളത് കാണിക്കാൻ പോവാണ്. നിങ്ങൾ ശ്രദ്ധയോടെ അത് കാണുക. സർവശക്തനും നിത്യനുമായ കുഞ്ഞാടേ, പരിശുദ്ധൻ പരിശുദ്ധൻ കടന്നു വന്നു പരിമിതമായ സൗകര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മ മാതാവിൻ്റെ മരിയൻ ചാപ്പലും കൂടി ഒന്ന് കാണുക. പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്പല്. യെസ്, പരിശുദ്ധയായി വിളങ്ങും കന്യക മേരിയമ്മേ, അമ്മയോടൊപ്പം ആത്മാക്കളിൽ സംഭവിക്കാൻ, സഭയിലുണ്ടാകാൻ, കുടുംബങ്ങളിൽ സംഭവിക്കാൻ. ഒപ്പം തന്നെ സഹോദരങ്ങളെ, നിങ്ങൾ ഷെഖേനയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, നാളുകളായി പറയുന്നൊരു കാര്യം, നമ്മുടെ ക്യാൻറ്റീൻ പ്രവർത്തനം ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അതിന് പണിയെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് വിശ്വസനാകുന്നത് കൊണ്ട് ഈ ശുശ്രൂഷ ഇങ്ങനെ പയ്യെ കരം പിടിച്ച് നയിക്കുന്നു. നമ്മൾ ഒരുപാട് പേരെ കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. വിധവയുടെ കൊച്ചു കാശ് പോലെ നിങ്ങൾ കഴിയുന്ന വിധത്തിൽ ഈ ശുശ്രൂഷ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സഹോദരി പോലെയുള്ള ആത്മീയ ശുശ്രൂഷകൾ, അതുപോലെ വാർത്തകളിലെ സത്യസന്ധമായ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുവാൻ, സഭയുടെ നിലപാടുകൾ ധീരതയോടെ സമൂഹമധ്യേ അത് വെളിവാക്കുവാൻ, സഭയ്ക്ക് ഒരു പരിചയ പോലെ ഈ മാധ്യമ ശുശ്രൂഷ നിലകൊള്ളുവാനൊക്കെ നമുക്ക് ഇതുപോലൊരു മാധ്യമം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അപ്പോൾ ഇതിനെ നിലനിർത്തുക, ഇതിനെ വളർത്തുക എന്നുള്ളത് സ്വർഗം നമ്മളെയാണ് ഭരമേൽപ്പിച്ചത്. നമ്മുടെ ചാനലാണ്, സാധാരണക്കാരായ നമ്മുടെ ചാനൽ. നിങ്ങളിതിനെ പ്രാർത്ഥിച്ച് സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം.
കഴിയുന്നതുപോലെ മറ്റുള്ളവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ സഹായിക്കണം. ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ കഴിയുന്ന പോലെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറ്റുന്നത് എത്രയോ പൈസ നമ്മൾ ചില ആർഭാടങ്ങൾ ആഘോഷങ്ങൾക്ക് വേണ്ടി, നമ്മളൊരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു ഹോളി കമ്മ്യൂണിയൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിവാഹം വരുമ്പോൾ, മറ്റെന്തോ ഒരു ആഘോഷങ്ങൾക്ക് വേണ്ടി നമ്മൾ പൈസകൾ ചിലവാക്കുന്നു. എൻ്റെ സഹോദരൻ, അതിലൊരു കൊച്ചു ഓഹരി ഇതുപോലെയുള്ള ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി, മാധ്യമ ശുശ്രൂഷകൾക്ക് വേണ്ടി നൽകുമ്പോൾ അതിന് വലിയ കൈത്താങ്ങാകും. മാത്രമല്ല അത് അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റും. ഒപ്പം സുവിശേഷ വേലയിൽ ദൈവം നമുക്കൊരു പങ്കാളിത്തം തരികയാണ്. ഇതാ ഗൂഗിൾ പേ നമ്പറാണ്, നിങ്ങളിതിലേക്കൊക്കെ ടെക്സ്റ്റ് ചെയ്യുക. ഈ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾ വിളിച്ച് ചോദിക്കുക. സഹോദരങ്ങളെ, ഒരു 2-3 മാസത്തിനുള്ളിൽ നമ്മുടെ ആ വർക്കുകൾ നിങ്ങൾ നോക്കുക. കണ്ടോ, അതിൻ്റെ തേപ്പൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഉള്ളിലത്തെ വർക്കുകൾ നടക്കണം. ആ ബിൽഡിങ് കണ്ടു, ആ ബിൽഡിങ് ഞാൻ പറഞ്ഞത് താഴത്തെ ആ നില മുഴുവൻ അത് സഹോദരങ്ങളെ ക്യാൻറ്റീൻ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ അവിടെ കാണുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നത് നമ്മൾക്ക് പിതാക്കന്മാരും നമ്മുടെ വന്യ വൈദ്യർ അൽമായ പ്രേക്ഷിതരൊക്കെ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള മുറിയാണ്. സെക്കൻഡ് ഫ്ലോറിൽ കാണുന്ന ഷെക്കേന ടീമിലെ ആ സ്റ്റാഫുകൾക്ക്, ശുശ്രൂഷകർക്ക് ഒരു 10-25 പേർക്ക് താമസിക്കാനുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അതിന് പണിയൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾ കഴിയുന്നത് പോലെ സഹായിച്ച് ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ ലിങ്കുകളൊക്കെ അനേകർക്ക് അയച്ചു കൊടുത്ത് അനേകർ നിങ്ങളെ ശുശ്രൂഷയിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. അത് വലിയ സുവിശേഷ വേലയാണ്.